കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫെസ്റ്റ് ജനുവരി 13-ന് കുറ്റിച്ചിറയിൽ തുടക്കമാകും. ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഹെറിറ്റേജ് എക്സിബിഷൻ ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫൗണ്ടേഷൻ സംഘടിപ്പിക്കുന്ന കാലിക്കറ്റ് മാപ്പിള ഹെറിറ്റേജ് ഫെസ്റ്റിന് ജനുവരി 13-ന് കുറ്റിച്ചിറയിൽ തുടക്കമാകും. ഹെറിറ്റേജ് എക്സിബിഷൻ ഡോക്ടർ എം.കെ. മുനീർ എം.എൽ.എ. ഉദ്ഘാടനം നിർവഹിക്കും. ഫെസ്റ്റിന്റെ ഭാഗമായി ഏകദിന പൈതൃക സെമിനാർ, കോലായ ഒപ്പന, മാപ്പിളശീലുകൾ പാടിയും പറഞ്ഞും, സൂഫി ഗാനങ്ങൾ, കളരിപ്പായച്ച്, കോൽക്കളി, ഭക്തിഗാനങ്ങൾ തുടങ്ങിയ പരിപാടികൾ വിവിധ വേദികളിലായി അരങ്ങേറും. സമാപന സമ്മേളനം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ എം.കെ. രാഘവൻ എം.പി. മുഖ്യാതിഥിയാകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ പൈതൃക രേഖകളിലെ സാഹിത്യാത്മകത ഒന്നുകൂടി പുറത്തു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് കോഴിക്കോട് കുറ്റിച്ചിറയിൽ വെച്ചിട്ട് 13-14 തീയതികളിൽ ഒരു സാഹിത്യ പൈതൃക കവാടം എന്ന ശീർഷകത്തോടു കൂടി ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇതിന്റെ മുഖ്യ ഉദ്ദേശം കോഴിക്കോട്, പ്രത്യേകിച്ച് കോഴിക്കോട് എന്ന് പറയുന്നത് പഴയകാല കോഴിക്കോട് നഗരത്തിന്റെ ഈ ഹൃദയഭാഗത്തുണ്ടായിരുന്ന പഴയകാല എഴുത്തുകാരുടെ, അതായത് നമ്മൾ ഈ സാഹിത്യ പൈതൃകം സംസാരിക്കും പലപ്പോഴും പുതിയ കാലത്തിൽ സാഹിത്യം മാത്രം സംസാരിക്കുന്നത് പഴയ വളരെ അതിനു മുമ്പുണ്ടായിരുന്ന എഴുത്തുകളുടെ കോപ്പികൾ എക്സിബിറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ അത് ആ പഴയ രീതിയിൽ പ്രസന്റ് ചെയ്യുക. പ്രത്യേകിച്ച് അന്നുണ്ടായിരുന്ന കവിതാ രചന, അന്ന് മാലകൾ എന്ന പേരിൽ അവർ വിളിച്ചിരുന്നത്, ആ മാലകളുടെ കാവ്യാത്മകത അവതരിപ്പിച്ച് ആളുകൾ കാണിച്ചു കൊടുക്കുക. അതിന്റെ പദവിന്യാസങ്ങള്, അതിന്റെ അർത്ഥവിന്യാസങ്ങള് പുതിയ തലമുറക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അത് വിശദമായി 2 ദിവസ പരിപാടികളാണ്. അതിൽ എക്സിബിഷനുണ്ട്, അതോടൊപ്പം തന്നെ സാഹിത്യ പൈതൃക സെമിനാറുകൾ, ചർച്ചകളുണ്ട്. പിന്നെ വളരെ പഴയ കാലത്തുള്ള ഒപ്പനയുടെ ആവിഷ്കരണങ്ങൾ, ഇപ്പൊ നമ്മൾ ആധുനിക ഒപ്പനകൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ വളരെയധികം നൂറ്റാണ്ടുകൾ മുമ്പ് അതെങ്ങനെയാണ് അവതരിപ്പിച്ചതെന്നത് കാണിക്കുന്ന ആവിഷ്കാരങ്ങൾ, ദൃശ്യാവിഷ്കാരങ്ങളുണ്ട്. അതെല്ലാം തന്നെ കോഴിക്കോട് ഈ 2 ദിവസം നടക്കും. അതോടൊപ്പം തന്നെ ഈ രംഗത്ത് പ്രവർത്തിച്ച AC വിനോസ്, കോഴിക്കോട്.